സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. മോൻ യൂട്യൂബിൽ കണ്ടതാണ്. അന്നേരം ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ മടക്കണം. വീണ്ടും ഒന്നും കൂടെ മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീഡിയോ കാണുന്നതിനെ ചെയ്യണം. പിന്നെ അതിൻ്റെ സെൻറ്റർ വെച്ച് മടക്കി കറക്റ്റ് ലെവലിന് മടക്കിയെടുക്കണം. നല്ലോണം മടക്കി പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അത് പിന്നെ അത് നിവർക്കുക. പിന്നെ രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ ത്രികോണം പോലെ വളച്ച് മടക്കിയെടുക്കണം. ഓപ്പോസിറ്റ് അപ്പുറം ഇപ്പുറമായിട്ട് തിരിച്ച് മറിച്ചുകൊണ്ട് മടക്കിയെടുക്കേണ്ടത്. അതിനുശേഷം തുമ്പറ്റത്തു നിന്ന് ഒന്ന് മടക്കി വീണ്ടും ത്രികോണ ഷേപ്പിൽ മടക്കണം. അതേ കണക്കിന് നമ്മൾ ഓപ്പോസിറ്റ് ആ സെയിം പ്രക്രിയ തന്നെയാണ് ചെയ്യേണ്ടത്. തുമ്പറ്റം മടക്കി വീണ്ടും ത്രികോണം പോലെ മടക്കിയെടുക്കണം. ഇത് കാണുമ്പോഴേക്കോ എന്തൊരു എളുപ്പമാണ്, പക്ഷെ എളുപ്പമൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം പാടൊക്കെ ഉണ്ട്. അത് ഒരു പേപ്പർ അതണക്ക് തന്നെ ചെയ്ത് മാറ്റി നമുക്ക് ഇതേ കണക്ക് തന്നെ അടുത്തൊരു ഷീറ്റും കൂടെ എടുത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. അടുത്ത പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രക്രിയ തന്നെയാണ്. നടുക്കൂടെ ഒരു പ്രാവശ്യം മടക്കുക. പിന്നെയും രണ്ടാമത് അതേ കണക്ക് തന്നെ ഒന്നും കൂടെ മടക്കിയെടുക്കണം. 2 പ്രാവശ്യം മടക്കുക. മടക്കിയതിന് ശേഷം വീണ്ടും നടുക്കൂടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ മടക്കിയെടുക്കണം. അതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തിട്ട് നമുക്ക് 2 സൈഡും സെൻറ്ററിൽ നിന്ന് തന്നെ 2 സൈഡും ത്രികോണ ഷേപ്പിൽ 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ച് മടക്കിയെടുക്കണം. അതിന് ശേഷം നമ്മൾ വീണ്ടും അറ്റത്തു നിന്നും ഒരു ചെറിയൊരു മടക്കിയിട്ട് വീണ്ടും ത്രികോണ ഷേപ്പിൽ മടക്കിയെടുക്കണം. 2 സൈഡും ഒരേ കണക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മളങ്ങനെ രണ്ടാമത്തെ പേപ്പർ അതേ കണക്ക് തന്നെ ചെയ്യണം. നമ്മളത് മടക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ മടക്കണം. ഒരേ കണക്കിന് തന്നെ മടക്കൽ 2 സൈഡും തിരിച്ചും മറിച്ചോടാണ് മടക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം. കൊച്ചുമക്കൾക്കും ചെയ്യാൻ പറ്റും. കാരണം അത് ശ്രദ്ധയോടെ ചെയ്തതിനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മോന് ഇത് യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ്. ആൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല. അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ആളൊന്നും കൈയൊക്കെ കൊണ്ടൊന്ന് ഇടിച്ചൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടും ഒന്നിച്ചാക്കണം. ആൾ ആദ്യം ഒരു രീതി വെച്ചു. അങ്ങനെ വെക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വീണ്ടും തിരിച്ചവൻ വെച്ച് കാണിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ചെയ്യണം. ഉണ്ടോ, അവൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവൻ വീണ്ടും തിരിച്ചു വെച്ചു. ഇങ്ങനെയും ചെയ്യാം എന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വെച്ച് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ ചെയ്യണം. ആദ്യം എടുത്തിട്ട് 2 സൈഡ് ഒരേ കണക്ക് മടക്കി അകത്തോട്ട് കയറ്റണം. രണ്ടാമതും അതേ തന്നെ പ്രക്രിയയാണ്. ഇച്ചിരി അകത്തോട്ട് കയറ്റിയെടുക്കാൻ വേണ്ടി ഇച്ചിരി ചെറിയ പാടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന രീതിയിൽ ആൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതും ചെയ്യാൻ പോവുകയാണ്. അടുത്തത് ശകലവും കൂടെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടാണ് ആളത് അകത്തോട്ട് കയറ്റുന്നതൊന്ന് മടക്കിയിട്ടുണ്ട്. അത് വീണ്ടും അകത്തോട്ട് കയറ്റുകയാണ്. അയാൾ പറയണം, അമ്മ ഇച്ചിരി പാടുണ്ടേന്ന്. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെന്ന് വെച്ച്. നമ്മളിങ്ങനെയല്ലേ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഓരോന്ന് ചെയ്യുമ്പോൾ. തെറ്റുകൾ വരാത്ത കാര്യമുള്ളത് എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഫസ്റ്റ് തെറ്റൊക്കെ സംഭവിക്കും. തെറ്റിലൂടെയാണ് ശരിയിലോട്ട് പോകുന്നത്. തെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അത് തെറ്റാന്ന് കണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പിള്ളേരെ തെറ്റിലോട്ട് വിടലും എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ ക്ഷമിക്കാം. വീണ്ടും വീണ്ടും അത് ചെയ്തതിന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുഞ്ഞടിയൊക്കെ കൊടുക്കാൻ കേട്ടാനും. ആളങ്ങനെ സ്റ്റാറൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇത് വൈറ്റ് പേപ്പറിനകത്തും ചെയ്യാം. ആളുടെ വൈറ്റ് പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കളറൊക്കെ അടിക്കുന്നത്. ബൈ ബൈ, സീ യു.